കേരളത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ സംഘപരിവാർ പടച്ചുവിട്ട വിഷലിപ്തമായ കേരള സ്റ്റോറി കണ്ട് അതിനെതിരെയുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളും നമ്മുടെ നാട്ടിൽ സജീവമായി നിലനിൽക്കുകയാണല്ലോ. ഇതിനിടയിൽ യഥാർത്ഥ കേരള സ്റ്റോറി എന്ന അടിവരയിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് കേരള സ്റ്റോറിയുമായി നമുക്കിടയിലേക്ക് കയറി വന്ന സംഘപരിവാർ അവർ ഭരിക്കുന്ന ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യൻ സ്റ്റോറി എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഈ കാഴ്ചകൾ, ദൃശ്യങ്ങൾ നിങ്ങളെല്ലാവരും മുമ്പ് കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഹൈന്ദവ ആഘോഷങ്ങൾ നടന്നാൽ ഉടനെ ആ പരിസരത്തുള്ള മുസ്ലിം പള്ളികളൊക്കെ ടാർപ്പായി ഇട്ട് മറച്ചു പിടിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് കാണുന്നുണ്ട്. കാരണം സംഘപരിവാർ സംഘടിപ്പിക്കുന്ന ഇത്തരം ആഘോഷങ്ങളെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം വിളമ്പാനും മസ്ജിദുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാൻ അണികളെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരോട് ആഹ്വാനം ചെയ്യുകയോ ചെയ്യുന്ന രീതിയിലായി മാറിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ സംസ്കാര സമ്പന്നമായ ഹൈന്ദവ ആഘോഷങ്ങളെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ ലഹളയുണ്ടാക്കാനുള്ള ഒരു വഴിയായി, ഒരു മാർഗമായി സംഘപരിവാർ ഉപയോഗപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവസ്ഥ? ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഞാനും ഈ വീഡിയോ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കണ്ടതാണ്. ദുബായിൽ ജോലി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ തുവ്വൂർ സ്വദേശിയായ നൗഫൽ എന്ന സുഹൃത്ത് ഒരാഴ്ച മുമ്പ് തന്നെ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു. അന്നാണ് ഞാൻ ഈ വീഡിയോ ആദ്യമായി കണ്ടത്. ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോയെക്കുറിച്ച് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിരുന്നു. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അടുത്ത് തമ്പാനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 2 കോടി ചിലവഴിച്ച് പുനർനിർമ്മിച്ച ഈ പള്ളി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ ശിവരാത്രിയിൽ ആദ്യമായി തുറന്നു കൊടുത്തു. അതും ആ പ്രദേശത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മഹല്ല് കമ്മിറ്റി ആദ്യമായി പള്ളി തുറന്നു കൊടുത്തത്. ഇവിടെയാണ് നമ്മൾ മലയാളികൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്. ഉത്തരേന്ത്യയിൽ ഹൈന്ദവ ആഘോഷങ്ങൾ വരുമ്പോൾ മുസ്ലിം പള്ളികൾ ടാർപ്പായിട്ട് മൂടുകയാണെങ്കിൽ കേരളത്തിൽ മുസ്ലിം പള്ളി ശിവരാത്രിയിൽ തന്നെ തുറന്ന് ഹിന്ദുക്കൾക്ക് തന്നെ ആദ്യമായി കാണാൻ അവസരമൊരുക്കുന്നു. ഇതര മതസ്ഥർക്കിടയിലുള്ള പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും തഴച്ചു വളർന്നൊരു മതസൗഹാർദ്ദം കേരളത്തിലല്ലാതെ ലോകത്തെവിടെയെങ്കിലും ആർക്കെങ്കിലും കാണാൻ സാധിക്കുമോ? ലോകത്ത് മലയാളിക്കല്ലാതെ ഇത്തരമൊരു കാഴ്ച മറ്റാർക്കെങ്കിലും ഒരുക്കാൻ സാധിക്കുമോ? ബഹുദൈവ ആരാധകർ ഏകദൈവ ആരാധകരുടെ ആരാധനാലയം സന്ദർശിക്കുമ്പോൾ അതിനുള്ളിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതിലൂടെ അവർക്കുണ്ടാവുന്ന അനുഭവങ്ങൾ, അവിടുന്ന് കിട്ടുന്ന അറിവുകളൊക്കെ പുതിയ സന്ദേശങ്ങളാണ്. അതിനോടൊപ്പം മുസ്ലിം പള്ളികളെക്കുറിച്ച് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന നുണക്കഥകൾ പൊളിച്ചു കാട്ടാൻ ഒരവസരം കൂടിയാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു ഉത്തരേന്ത്യൻ സംഘടി അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞത് മുസ്ലിങ്ങൾ 5 നേരം പള്ളിയിലേക്ക് പോകുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അവരവിടെ കൂടിയിരുന്ന് ഹിന്ദുക്കളെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ആലോചിക്കുകയാണ്. അത്തരം വിഷജന്തുക്കൾ വാഴുന്ന ഈ രാജ്യത്ത് ഒരു മുസ്ലിം പള്ളിയിലേക്ക് ഹൈന്ദവ സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റ് മതസ്ഥർ വന്ന് നോക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടും. ഇവിടെ ഞങ്ങൾക്ക് ഒളിച്ചു വെക്കാനോ പൊതിഞ്ഞു വെക്കാനോ ഒന്നുമില്ല. ഞങ്ങൾ ഏകദൈവ ആരാധകരാണ്. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ പള്ളികൾ നിർമ്മിക്കുന്നത് എന്നൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ, അതിലൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇത്തരം അവസരങ്ങൾ, അനുഭവങ്ങൾ ഉപയോഗപ്പെടും. ഇത്തരത്തിൽ മുസ്ലിം പള്ളികൾ സന്ദർശിക്കാൻ പോകുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്കും ചിലത് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിരിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ തന്നെ ദളിതരടക്കമുള്ള അവർണ ജാതിയിൽപ്പെട്ട മനുഷ്യർ പ്രവേശിച്ചാൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധിയാക്കുന്ന പരിപാടികളും നമ്മൾ കാണാറുണ്ട്. സംഘികൾ ഭരിക്കുന്ന ഉത്തരേന്ത്യയിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഏതെങ്കിലും ദളിതനോ അതിനേക്കാൾ താഴ്ന്ന ജാതിയിലുള്ളവരോ ഈ പറയപ്പെട്ട ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ചു പോയാൽ ഒന്നുകിൽ അവരെ ചുട്ടുകൊല്ലുകയോ അല്ലെങ്കിൽ മുട്ടുകാലി തല്ലിയൊടിക്കുകയോ ചെയ്യുന്ന വാർത്തകളും നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എന്നാൽ ഏത് മതവിശ്വാസിക്കും ഏത് ജാതിക്കാരനും കാലൊന്ന് കഴുകിയാൽ കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ഏത് മുസ്ലിം പള്ളിക്കുള്ളിലും എപ്പോൾ വേണമെങ്കിലും കയറാം. അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് ലോകത്തൊരു പള്ളിയുടെ മുമ്പിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇനി ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, സമാനമായ രീതിയിൽ പലരും മുസ്ലിം പള്ളികൾ ആദ്യമായി കാണാൻ ഹൈന്ദവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി പരസ്പരം കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഒരവസരം ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ അത് നല്ലതാണ്, സ്വാഗതാർഹമായ കാര്യമാണ്. എന്നാൽ RSS സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മഹല്ല് കമ്മിറ്റികൾ ഈ രീതിയിൽ ഒരു പുതിയ കീഴ്വഴക്കം തുടങ്ങി വെച്ചതെങ്കിൽ, അതായത് ഞങ്ങളുടെ പള്ളികൾ ഞങ്ങൾ ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ സംശയിക്കുന്നത് പോലെ ഇവിടെ ആയുധങ്ങൾ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ആയുധ പരിശീലനങ്ങൾ നടത്തുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ സംഘപരിവാറിനെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഈ രീതിയിൽ ഹൈന്ദവർക്കായി പള്ളികൾ തുറന്നു കൊടുക്കുന്നു എന്ന വ്യാജേന പുതിയ കീഴ്വഴക്കങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. RSSനെ സംഘപരിവാറിനെ ബോധ്യപ്പെടുത്തി തൃപ്തിപ്പെടുത്തി പള്ളികളിൽ നിസ്കരിക്കേണ്ട, സുജൂദ് ചെയ്യേണ്ട ഒരാവശ്യം
അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഗതികേട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനില്ല. അങ്ങനൊരു പാരമ്പര്യമല്ല മുൻഗാമികൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ളതും. ഭയം പടച്ചവനെ മാത്രം എന്നതാവണം ഓരോ വിശ്വാസിയുടെയും നിലപാടും തീരുമാനവും.